കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായം 25-ാം വാക്യം. Whoever brings blessing will be enriched, and one who waters will himself be watered. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ആമേൻ. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാനുമായി കർത്താവേ, ഞങ്ങളെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. നമ്മളുടെ പിതാവ് സ്വർഗീയ പിതാവാണ്. ആ പിതാവിന്റെ പ്രത്യേകത അവിടുന്ന് എല്ലാവരെയും തണുപ്പിക്കുന്നവനാണ്, ഹൃദയവിശാലതയുള്ളവനാണ്. ആ പിതാവിന് കൊടുക്കാൻ മാത്രമേ അറിയുള്ളൂ. ആ പിതാവിന്റെ ഹൃദയത്തെ കാണിച്ചു തന്ന ഒരുവനുണ്ട്, കർത്താവായ യേശു തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാൻ. കരുണാസമ്പന്നനായ അപ്പന്റെ മക്കൾ കരുണയുള്ളവരായിരിക്കും. സഹജീവിയോട് കരുണ കാണിക്കാനാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യരോട് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളോടും മകുട സൃഷ്ടിയായ മനുഷ്യൻ കരുണ കാണിക്കണം. അങ്ങനെ ചെയ്താൽ എന്താ? അവർക്ക് കരുണ ലഭിക്കും. സ്തോത്രം. സ്വർഗീയ പിതാവിന്റെ കയ്യിൽ നിന്ന് കാരുണ്യം ലഭിക്കണമെങ്കിൽ, കരുണ ലഭിക്കണമെങ്കിൽ നമ്മളും അങ്ങനെ കരുണയുള്ളവരായിരിക്കണം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേറെ ഒരു അപ്പനിൽ അല്ല. നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത് ഭൂമിയിലെ ഒരപ്പനെയല്ല, സ്വർഗസ്ഥനായ പിതാവായ ആ അപ്പനെയാണ് നമ്മൾ റോൾ മോഡലാക്കേണ്ടത്. ആ അപ്പനെയാണ് ദൈവം തന്നെയായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. മലയിലെ പ്രസംഗത്തിൽ കർത്താവ് കാണിച്ചു തന്ന ആ പിതാവിന്റെ ഗുണമുള്ള മക്കളാണോ നമ്മൾ? അങ്ങനെ ആ പിതാവിന്റെ ഗുണമുള്ള മക്കളായാൽ നമുക്ക് ലഭിക്കുന്നത് ഔദാര്യമുള്ള ഒരു ഹൃദയമായിരിക്കും, വിശാലമായ ഒരു ഹൃദയമായിരിക്കും. മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള ഹൃദയമുള്ളവരായിരിക്കും. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. വിശുദ്ധ പൗലോസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വിശുദ്ധ പൗലോസ് കോടീശ്വരന്റെ മകനായിരുന്നു. ഒന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നവനല്ല, സമ്പൽ സമൃദ്ധിയുടെ മടിത്തട്ടിൽ നിന്നും വന്നവനാണ്. ആ പൗലോസിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പൗലോസിന് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തുവിന്റെ പേരിൽ നഷ്ടമാക്കിയവനാണ്, ചപ്പും ചവറുമായി എണ്ണിയവനാണ്. ആ പൗലോസാ പറയുന്നേ, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ദൈവം തരുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറ, പിശുക്ക് തരം കാണിക്കരുതെന്ന് പറ. ഡോണ്ട് ബി സ്റ്റിഞ്ചി എന്ന് പറ. സ്തോത്രം. പ്രത്യേകിച്ച് ദൈവത്തിന്റെ മനുഷ്യൻ വിശാല ഹൃദയം ഉള്ളവനായിരിക്കണം. ദൈവത്തിന്റെ മനുഷ്യൻ
വിശാല ഹൃദയമുള്ളവനായിരിക്കണം. അവൻ കൊടുക്കുന്നവനായിരിക്കണം. വാങ്ങുന്നതിനേക്കാൾ അനുഗ്രഹം കൊടുക്കുന്നവനാണ്. Praise the Lord. കാരണം അപ്പന്റെ ഗുണം അതാ. നമ്മുടെ അപ്പന്റെ ഗുണം അതാണ്. ലോഭമായി വിതയ്ക്കരുത്, ധാരാളമായി വിതയ്ക്കുക, ധാരാളമായി തന്നെ കൊയ്യും. സ്തോത്രം. സമൃദ്ധിയുടെ ഒരു സുവിശേഷം. സ്തോത്രം. അത് ഭൗതികമായിട്ടുള്ള ഒരു സമൃദ്ധിയുടെ അല്ല, ആത്മീയ തലത്തിൽ ഒരു സമൃദ്ധിയുടെ സുവിശേഷം അനുസരിക്കുന്നവനാണെങ്കിൽ നിന്റെ കലത്തിലെ മാവും തുരുത്തിലെ എണ്ണയും വറ്റിപ്പോകാൻ ഈ അപ്പൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. അങ്ങനെ വിശാലമായ ഹൃദയത്തോടെ പങ്കുവച്ചിട്ടുള്ളവരുടെ ആരുടെയും തുരുത്തിലെ എണ്ണയും കലത്തിലെ മാവും വറ്റിപ്പോകാൻ ഈ അപ്പൻ അനുവദിക്കത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം, ഐസായ 58 7 വാക്യത്തിൽ പറയുകയാണ്, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ യഥാർത്ഥ ഉപവാസം. സ്തോത്രം. ഉപവസിച്ചിട്ട് ആഹാരം കഴിക്കാതെയുള്ള ഒരു ഉപവാസം ഉണ്ടല്ലോ, ആ മാറ്റിവെക്കുന്ന ആഹാരം ഉപവാസം കഴിഞ്ഞിട്ട് അടിച്ചു മാറ്റാനല്ല. ആ മാറ്റിവെക്കുന്ന ആഹാരമാക്കി മാറ്റുന്നതിന് മുമ്പ് ഒരവസ്ഥയുണ്ടല്ലോ, അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ചെയ്യത്തില്ലല്ലോ. സ്തോത്രം. യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് എന്താണെന്ന് ഐസായ പ്രവാചകനുള്ള കർത്താവ് സംസാരിക്കുക. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കണം. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ വീടിന്റെ ഗേറ്റിന്റെ മുൻപിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് വേണ്ട. എനിക്ക് വിശന്നോ, നീ എനിക്ക് ആഹാരം തന്നു. ഞാൻ നഗ്നനായി, നീ എന്നെ ഉടുപ്പിച്ചു. ഞാൻ പരദേശിയായിരുന്നോ, നീ എന്നെ സ്വീകരിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരായിരിക്കണം നമ്മൾ. എന്നാൽ മാത്രമേ നമുക്കും തണുപ്പ് കിട്ടുകയുള്ളൂ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിന്റെ 34 വാക്യത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. കർത്താവായ യേശുക്രിസ്തു നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കാൻ വലിയ സർക്കസ് ഒന്നും കാണിക്കണ്ട. വെരി സിമ്പിൾ. ഔദാര്യമാനസനായി ദൈവം തന്നിരിക്കുന്ന നന്മകൾ വിശാല ഹൃദയത്തോടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ, ഈ എളിയവന് ചെയ്തപ്പോഴല്ല നീ എനിക്ക് തന്നെയാ ചെയ്തേ, ചെയ്യാതിരുന്നപ്പോഴും എനിക്ക് തന്നെയാ ചെയ്യാതിരുന്നത്. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കുന്ന, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് പറയാം, ഇടുങ്ങിയ ഹൃദയത്തോടെ എന്റെ കൂടെ വരില്ലെന്ന് പറയും. സ്തോത്രം. മറ്റുള്ളവർ അങ്ങനെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആരെങ്കിലുമൊക്കെ ഹൃദയം തുറന്ന് കൈ തുറന്നു മറ്റുള്ളവരുമായിട്ട് നന്മ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൈക്കൊന്നും കയറി പിടിക്കരുത്. സ്തോത്രം. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും. ഈ പുഷ്ടി പ്രാപിക്കാനായിട്ട് പവർ മാൾട്ടോ അല്ലെങ്കിൽ ഹോർലിക്സോ ഒന്നും വലിച്ചു വാരി കുടിച്ചിട്ട് കാര്യമില്ല. ചിലരെന്തെല്ലാം ഭക്ഷിച്ചാലും ഇങ്ങനെ കൊയ്ത്തരിവാള് പോലെ ഇരിക്കുള്ളൂ, കഴിക്കുന്നതൊന്നും ശരീരത്തിൽ പിടിക്കത്തില്ല. അതുപോലുള്ള ഒരു വ്യക്തിത്വമായിരിക്കരുത്. സ്തോത്രം. ഔദാര്യമാനസനായിരിക്കണം. സ്തോത്രം. അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. എങ്ങനെ? ഹൃദയം തുറന്ന്, കൈ തുറന്ന് മറ്റുള്ളവർക്ക് തനിക്കുള്ള നന്മകൾ പങ്കുവയ്ക്കുന്നവരെ എനിക്കറിയാം, അതുപോലെ പങ്കുവയ്ക്കാത്തവരെ അറിയാം. സ്തോത്രം. രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തികളും പിതാവായ ദൈവം കണ്ടുകൊണ്ടിരിപ്പുണ്ട് എന്ന് മറന്നു പോകരുത്. ഒരു വചനം കൂടെ നമുക്ക് പങ്കുവയ്ക്കാം. സദൃശവാക്യം 28:27. അടിവരയിട്ട്, ഹൃദയത്തിൽ അടിവരയിട്ട് ഉറപ്പിച്ചു വെക്കേണ്ട ഒരു വചനമാണ്. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിൽ ഉണ്ടാകുകയില്ല. എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിൽ ഉണ്ടാകില്ല. കണ്ണ് അടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപം ഉണ്ടാകും. ഹല്ലേലൂയ. He that giveth unto the poor shall not lack, but he that hide his eyes shall have many a curse. Praise the Lord. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകില്ല. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും. അവന് തണുപ്പ് കിട്ടും, അവൻ തണുപ്പിക്കപ്പെടും. കണ്ണടച്ചു കളയുന്നവനോ ഏറിയ ശാപം ഉണ്ടാകും. ആവശ്യക്കാരൻ നിന്റെ മുൻപിൽ വരുമ്പോൾ കണ്ണടച്ച് കളയരുത്, പട്ടിയെ തുറന്നു വിടരുത്. ചില വീട്ടിൽ നിന്ന് പട്ടി ചത്തുപോയിട്ടുണ്ടോ?
എന്നാൽ വീടിൻ്റെ ഗേറ്റിൽ പട്ടി കൊണ്ട് സൂക്ഷിക്കുന്നുള്ള ബോർഡ് മാറ്റിയിട്ടില്ല. കാരണം എന്താ, ചത്തുപോയ പട്ടിയേക്കാൾ വേറെ ഭയങ്കരമായിട്ട് കടിക്കുന്ന വേറൊരു സാധനം അവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. നമ്മൾ വിശാല ഹൃദയമുള്ള അപ്പൻ്റെ മക്കളാണ്. നമ്മൾ ഔദാര്യമാനസരായി സന്തോഷത്തോടെ കൊടുക്കുക. ദൈവം നിറച്ച് കുലുക്കി കവിഞ്ഞൊഴുകുന്ന രീതിയിൽ നമ്മൾ നിറയ്ക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം. ഔദാര്യമുള്ളവരായി പുഷ്ടി പ്രാപിക്കുന്ന അനുദിനം ജീവിതത്തിൽ സംതൃപ്തിയോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അവിടുന്ന് ഏബേസിൻ്റെ പ്രാർത്ഥന കേട്ട് വിശാലത വരുത്തിയതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ഞങ്ങളുടെ കരങ്ങളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശാലമുള്ളവരാക്കി മാറ്റുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. കൂട്ടായ്മയിൽ കർത്താവേ, ഹല്ലേലൂയ, മുഖപക്ഷം കാണിക്കാതെ ഹൃദയം തുറന്ന് സഹോദരങ്ങളുമായി നന്മ പങ്കിടുവാൻ, ആദിമസഭയിൽ എപ്രകാരമാണോ സഹോദരങ്ങൾ നന്മ പങ്കിട്ടത്, അപ്രകാരം നന്മ പങ്കിടുവാൻ ഓരോ മക്കളെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. അടിയങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നരക്കുവോളം അവിടുന്ന് അവരെ ചുമക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ശാരീരിക സൗഖ്യം ലഭിക്കട്ടെ. ഞങ്ങൾ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കൾ യൗവനത്തിൽ തന്നെ ഔദാര്യമാനസമുള്ളവരായി, കർത്താവെ, തണുപ്പിക്കുന്നവരായി, ഔദാര്യ ഹൃദയമുള്ളവരായി ജീവിക്കുവാൻ അവരെ സഹായിക്കും. സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവെ, ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദി അപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പതികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവൊരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പതികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവൊരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പാപമാം ലോകത്തിൽ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. പാപമാം ലോകത്തിൽ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേയാലും, ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും, നിറക്കോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനെന്നാവുമോ തമ്പുരാനേ. നിറക്കോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനെന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേയാലും, എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ,